1923 ഇന്ത്യൻ ഫാസിസത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ വി.ഡി. സവർക്കർ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 വർഷം ആയി. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ ഹിന്ദു ഫാസിസ്റ്റ് സംഘടന രൂപം കൊള്ളുന്നത്. അത് 1925 എന്ന് പറഞ്ഞാൽ അതിനും ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ 100 വർഷമാവുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു ഫാസിസ്റ്റ് മാതൃകയും ഇങ്ങനെ 100 വർഷം നീണ്ടു നിന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊന്നും ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ പരാജയപ്പെട്ടല്ല. യുദ്ധത്തിലാണ് ഹിറ്റ്ലറും മുസോളിനിയും പോയത്, തുടച്ചു നീക്കപ്പെട്ടത്. നമുക്ക് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇവരെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ആശയവും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ അനുഭവവും മുന്നോട്ട് പോകുവാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു മാതൃകയാണ്. നമ്മളാണ് ലോകത്തിന് മുന്നിൽ വെക്കേണ്ടത്. ഈ ജനാധിപത്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫാസിസത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ ഫാസിസത്തിൻ്റെതായുള്ള പാഠങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വിലപ്പെട്ടതാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടേതായിട്ടുള്ള പലതരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള പ്രതിരോധങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ആ ഒരു അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ ഒരു രചനയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചോദനം എന്ന് പറയാം. അങ്ങനെ ഒരു സംഗതിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ ആകർഷിച്ച പ്രധാനപ്പെട്ട ഒന്ന്, ഈ ഗാന്ധിയെ കൊന്ന നാഥുറാം ഗോഡ്സെ ഷിംല കോടതിയിൽ എന്ന് പറഞ്ഞാൽ നാഥുറാം ഗോഡ്സെ ആദ്യം സാധാരണ കോടതിയിൽ, ഒരു സ്പെഷ്യൽ കോർട്ടാണ് നാഥുറാം ഗോഡ്സെക്ക് വധശിക്ഷ വിധിച്ചത്. ഡൽഹിയിൽ റെഡ് ഫോർട്ടിൽ കൂടിയൊരു സ്പെഷ്യൽ കോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ അപ്പീൽ പോകുന്നുണ്ട്. അപ്പീൽ പോകുന്ന നാഥുറാം ഗോഡ്സെ അപ്പീൽ പോകുന്നത് ഞാനല്ല ഗാന്ധിയെ കൊന്നത്, എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് ഞാൻ മാത്രമാണ് ഗാന്ധിയെ കൊന്നത്, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ പുറകിൽ മറ്റാരുമില്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പീൽ പോകുന്നത്. ഈ അപ്പീൽ കോർട്ടിൽ, ഷിംലയുടെ അപ്പീൽ കോർട്ടിൽ ഒരു വലിയ പ്രസ്താവന നാഥുറാം ഗോഡ്സെ നടത്തുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു എന്ന് പറയുന്നത്. ആ പ്രസ്താവനയാണ് ഒരുപക്ഷെ ഈ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ രാഷ്ട്രീയ മുഖം എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തർഗതങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആ പ്രസ്താവന സവർക്കർ എഴുതി കൊടുത്തതാണെന്നൊക്കെയുള്ള പലതരത്തിലുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോണ്ട. പക്ഷെ ആ പ്രസ്താവനയ്ക്കുള്ളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഗോഡ്സെ പറയുന്നു, ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ലോകത്തെ പല ഇസങ്ങളിൽ കൂടിയും കടന്നു പോയിട്ടുണ്ട്, പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച 2 പേർ, ഒന്ന് ഗാന്ധിയും ഒന്ന് സവർക്കറുമാണെന്നാണ്.